സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾക്ക് തന്നെയാകും സിപിഎമ്മിന്റെ തീരുമാനം. അത്തരമൊരു ആഹ്വാനം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. സിപിഎം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രതികരണങ്ങൾ വൈകാതെ ഈ സെക്രട്ടറി യോഗത്തിന് ശേഷം ഉണ്ടാകും. ഈ വിഷയത്തിൽ അങ്ങനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ സിപിഎം തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ എല്ലാ സംഘടനാശേഷി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് തന്നെ സിപിഎം പോകാനാണ് സാധ്യത. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഇവിടെയുണ്ട്. അദ്ദേഹം AK സെന്ററിലുണ്ട്. അദ്ദേഹം സെക്രട്ടറി യോഗത്തിന് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാന ശേഷം നിലപാട് അറിയിക്കാം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണ എല്ലാ ദിവസവും സിപിഎമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരാറുണ്ട്. അത് തലസ്ഥാനത്തുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള അവൈലബിൾ സെക്രട്ടറി യോഗം ചേരാറുണ്ട്. പക്ഷേ ഇന്ന് അതിനപ്പുറത്തേക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും കൂടി ഈ ഓൺലൈനായി പങ്കെടുക്കുന്ന നിർദ്ദേശമാണ് സിപിഎം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ ലഭിക്കുന്ന വിവരമുള്ളതുപോലെ തലസ്ഥാനത്തും മറ്റ് ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങളുണ്ടാകും. പിണറായി വിജയനെ ആക്രമിക്കാനുള്ള രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ED റെയ്ഡ് എന്ന വിലയിരുത്തലിലേക്കാണ് സിപിഎം കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുപോലെ എത്തുന്നത്. അതുകൊണ്ട് എല്ലാ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും രാഷ്ട്രീയമായി നിയമപരമായി എന്നുള്ള സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി തെരുവിലിറങ്ങി ഇതിനെ നേരിടാൻ തന്നെ സിപിഎം തീരുമാനമെടുക്കുകയാണ്. നേരത്തെയൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾക്കൊക്കെ സിപിഎമ്മിന് ചില തടസ്സങ്ങൾ പരിമിതികളുണ്ടായിരുന്നത് ഭരണത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭരണത്തിലിരിക്കുന്ന സർക്കാർ തന്നെ നമുക്ക് ചില ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. കോഴിക്കോട്ടെ ചില ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അരുൺ, റിയാസിന്റെ വീടിന് മുന്നിൽ സിപിഎം പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. തത്സമയം ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിലാക്കാൻ ഏതായാലും റെയ്ഡിനെ അപലപിച്ച് സംസ്ഥാന വ്യാപകമായി സിപിഎമ്മിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് വരും മണിക്കൂർ സാക്ഷിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോഴിക്കോട്ട് M. മെഹബൂബ് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. തിരുവനന്തപുരത്തും സമാനമായ പ്രകടനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സമാനമായി തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെയും കാര്യം. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന് ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഇന്നിപ്പോൾ 10 മണിയാകാൻ 19 മിനിറ്റ്. അപ്പോൾ 4 മണിക്കൂർ പിന്നിടും. അതായത് സമഗ്രമായി വിവരങ്ങൾ തേടുന്നു ED എന്നാണോ മനസ്സിലാക്കേണ്ടത്? ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ, അതോ തെളിവ് ശേഖരണം മാത്രമാണോ ഇപ്പോൾ? തെളിവ് ശേഖരണം എന്നതിനപ്പുറത്തേക്ക് ഈ വ്യക്തത വരുത്താനുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ളൊരു നീക്കം കൂടി EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധന 7:15 ആരംഭിച്ച പരിശോധന ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നത്. ഒരുപക്ഷേ പിണറായി വിജയനിൽ നിന്നും സമാനമായ തരത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ളൊരു നീക്കം ഒരുപക്ഷേ ED സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും. എന്തിനാണ് ഈ പ്രതിഫലം കൈപ്പറ്റിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് 1.72 കോടി രൂപ 2018-നും 2021-നും ഇടയിൽ അനധികൃതമായി CMRL നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ആക്ഷേപം. അത് അനധികൃതമായി നിയമവിരുദ്ധമായാണ് നൽകിയത്. അത് മാസപ്പടിയാണ് എന്ന തരത്തിലുള്ളതായിരുന്നു ആക്ഷേപം. അതേസമയം
അത് IT സേവനങ്ങൾക്ക് നൽകിയ പ്രതിഫലമാണ് എന്നായിരുന്നു മറുപടി. ആദ്യഘട്ടത്തിൽ എക്സാലോജിക് സൊല്യൂഷൻസ് നൽകിയ വിശദീകരണം. അങ്ങനെയെങ്കിൽ എന്താണ് ആ സേവനങ്ങളെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു പിന്നീട് ഈ പരാതിക്കാരുടെ ആക്ഷേപം. പക്ഷേ അതിൽ കൃത്യമായ മറുപടി, അതായത് അതിൽ കൃത്യമായ മറുപടി നൽകുന്നതിൽ ചില അവ്യക്തതയുണ്ടായി. അവിടെയാണ് ഈ ഇടപാടിൽ ദുരൂഹമായ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്ന തരത്തിൽ പരാതിക്കാർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നിയമവിരുദ്ധമാണ്, അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ആ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. അതിന് പിന്നാലെയാണ് നിർണായകമായി ഈ അന്വേഷണവുമായി മുൻ മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലത്തേക്ക്, അദ്ദേഹത്തിൻ്റെ മകളുടെ അടുത്തേക്ക്, അതോടൊപ്പം മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ വസതിയിലേക്ക് ഒക്കെ ED സംഘം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരിശോധനകളിലൂടെ എന്ത് കണ്ടെത്തലുകളിലേക്ക് എത്തും? ഇത് നിലവിലുണ്ടായിരിക്കുന്ന ഈ പരിശോധന അല്ലെങ്കിൽ വിവരങ്ങൾ ചോദിച്ചറിയുക, മൊഴിയെടുക്കുക എന്ന നടപടികൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും കടുത്ത നീക്കങ്ങളിലേക്ക് ED കടക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. നിലവിൽ രാഷ്ട്രീയമായി ED ആയുധമാക്കുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് CPM തയ്യാറെടുക്കുമ്പോൾ ഒട്ടും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി തന്നെയാണ് EDയുടെ പരിശോധന 12 ഇടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വ്യക്തത. അതോടൊപ്പം EDയുടെ ഏറ്റവും വലിയൊരു പിൻബലം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ തന്നെയാണ്. ഈ ഹർജി തള്ളിക്കൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഈ കേസ് നിൽക്കത്തില്ല, അതിനാൽ ഇത് തള്ളണമെന്ന ആവശ്യമാണ്, ആ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോടതിയുടെ കൂടി നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരിശോധന എന്ന തരത്തിലേക്കൊരു വ്യാഖ്യാനം ED ഇതിന് നൽകും. ആ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇതിനെ CPMനെ കൂടുതൽ നിയമപരമായി പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്. അവിടെ ഏത് തരത്തിൽ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്തായാലും നിയമപരമായും രാഷ്ട്രീയമായും ഈ കേസിനെ നേരിടാനുള്ള ചടുലമായ നീക്കങ്ങളിലേക്ക് CPM നേതൃത്വം കടന്നിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. 12 ഇടങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നു. 3 മണിക്കൂർ പിന്നിട്ട് 4ാമത്തെ മണിക്കൂറിലേക്ക് റെയ്ഡ് കടക്കുന്നു. പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കണ്ണൂരിലെ വീട്ടിൽ നിന്നും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരമുണ്ട്. അവിടെ KK രാഗേഷ് CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം അവിടെ എത്തി, നേതാക്കളടക്കം അവിടെ എത്തി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു. കോൺഗ്രസിനും UDFനും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിരവധിയായി നിറയുന്നു. ബിനീഷ് കോടിയേരിയും മുഹമ്മദ് റിയാസും ഒക്കെ പോസ്റ്റുകൾ പങ്കുവെക്കുന്നു. ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വളഞ്ഞിട്ടടിച്ചോളൂ, സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ് PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ വസതിയിൽ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. നമുക്കറിയാം, മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയാണ് CPM നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എക്സാലോജിക് കമ്പനി ഉണ്ടാക്കി കരിമണൽ കർത്തായിൽ നിന്നും ഏകദേശം 2.71 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കേസ്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാസപ്പടി ഉണ്ടായിരുന്നു പിണറായി വിജയൻ്റെ മകൾക്ക് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്വാധീനം ഉപയോഗിച്ച് അതിനുവേണ്ടി നൽകിയ പണം, ചില സ്വാധീനങ്ങൾ ചെലുത്താൻ വേണ്ടി നൽകിയ പണമാണ് എന്നാണ് അന്ന് SFIയുടെ കണ്ടെത്തലും മറ്റും ഉള്ളത്. അഴിമതി പണമാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ED അന്വേഷിക്കുന്നത് ഇതിൻ്റെ പണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ 2.71 കോടി രൂപ കിട്ടിയാൽ അതെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം ED ചോദിക്കും, മുന്നോട്ട് വെക്കും. അതിന് വ്യക്തമായ ഉത്തരം പറയേണ്ടി വരും. ഈ 2.71 കോടി രൂപയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏത് തരത്തിലാണ് എന്നുള്ളതാണ് EDക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, മണി ട്രാൻസാക്ഷൻ, മണി ലോണ്ടറിംഗ് ആണ് ED അന്വേഷിക്കുന്ന കേസുകൾ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകേണ്ടി വരും. GST അടക്കം അടച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അഴിമതി പണത്തിന് GST അടയ്ക്കുമോ എന്ന് ചോദിച്ചാണ് അന്ന് CPM നേതാക്കൾ ഇതിനെ പ്രതിരോധിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അത് നേരത്തെ മാസങ്ങളായി ഇഴഞ്ഞിരുന്ന അന്വേഷണം, അതിൽ വ്യക്തത വരികയാണ്. ED വളരെ ശക്തമായ ഭാഷയിൽ, വ്യക്തമായ രീതിയിൽ ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് വിവരം. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കേന്ദ്രസേന കണ്ണൂരിലെ വീട്ടിലുണ്ട്. സമാനമായി തന്നെ തിരുവനന്തപുരത്തെ വീട്ടിലും കേന്ദ്രസേനയുടെ തണലിലാണ്, അല്ലെങ്കിൽ കേന്ദ്രസേനയുടെ സുരക്ഷിതത്വത്തിലാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മറ്റൊരു വിൻഡോയിൽ കാണുന്നത് കോഴിക്കോട്ടെ പ്രതിഷേധ പരിപാടിയാണ്. ശക്തമായ പ്രതിഷേധം കോഴിക്കോടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡും നടക്കുന്നുണ്ട് കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.